റാപ്പർ വേട്ടനെതിരെ തൃക്കാക്കര പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇനി തുടർ നടപടി? അപ്പോൾ ഈ കേസിൽ നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 376 IPC പ്രകാരമുള്ള കേസാണ് രജിസ്റ്റർ ചെയ്തത്. അതിനകത്ത് അന്വേഷണം പ്രാഥമിക സ്ഥിതിയിലാണ്. സോ ഇതിൻ്റെ എല്ലാ രീതിയിലുള്ള നിയമ നടപടികൾ നമ്മൾ എടുത്തിട്ട് ബാക്കി അനന്തര നടപടികൾ ചെയ്യും. സാമ്പത്തികമായ എന്തെങ്കിലും പരാതിയുണ്ടോ? അല്ല, അതിനകത്ത് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട് എന്ന കാര്യങ്ങൾ കൂടെ കംപ്ലയിൻറ്റിലുണ്ട്. ആ കാര്യങ്ങൾ കൂടെ നമ്മൾ നോക്കി. ഇപ്പോൾ അങ്ങനെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതിൻ്റെ ബാക്കി എന്തെങ്കിലും തെളിവുകളോ മറ്റോ കിട്ടിയാൽ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെ നോട്ടീസ് ഒന്നും അയച്ചിട്ടില്ല ഇതുവരെ. നമുക്ക് ആദ്യം ഇതിൻ്റെ പ്രാഥമികമായ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെല്ലാം ചെയ്തിട്ട് ശേഷം നമ്മൾ ആവശ്യമുള്ളത് ചെയ്യാം. പഴയ സംഭവങ്ങളാണ് പറയുന്നത്. സാക്ഷികളടക്കം ഉണ്ടോ? എങ്ങനെയാണ് അപ്പോൾ ഈ കാര്യങ്ങൾ കുറച്ച് പേർക്ക് അറിയുമെന്ന് അവർ പറയുന്നുണ്ട്. നമ്മളതൊക്കെ വെരിഫൈ ചെയ്യും എന്താണെന്ന്. പരാതിയിൽ വ്യക്തമായ പേരുകളുണ്ട്, പലരുടെയും പേരുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ചോദ്യം ചെയ്യാനായിട്ട് അതെ, ഈ കാര്യങ്ങൾ കുറച്ച് പേർക്ക് അറിയുമെന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ പരിശോധിക്കും. അവരായിട്ട് സംസാരിക്കും, സാക്ഷികളെ കണ്ട് ചോദിച്ചിട്ട് ആവശ്യമുള്ള നടപടി എടുക്കും. അല്ല, ഇപ്പോൾ പരാതി തന്നത് ഒരു യുവതിയാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് അന്വേഷണം തുടങ്ങുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ നമ്മൾ എടുത്തു. ഇന്നലെ മൊഴിയെടുത്തിട്ടാണ് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തത്. അല്ല, അത് നമ്മളിത് ഒത്തിരി പ്രാഥമികമായ ഒരു സ്ഥിതിയിലാണ്. നമ്മൾ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ആവശ്യമുള്ളത് ചെയ്യാം. നിലവിൽ എന്തൊക്കെ സെക്ഷൻസ് ആണ്? 376 376 2N IPCയുടെ സെക്ഷൻസാണ് ഉള്ളത്.